മലപ്പുറത്ത് 21-കാരിയെ ഭർത്താവ് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയെന്ന് പരാതി. കുറ്റിപ്പുറം സ്വദേശിനിയുടെ പരാതിയിൽ ഭർത്താവ് ഷാഹുൽ ഹമീദിനെതിരെ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, സമാനമായ പരാതി നമ്മൾ നേരത്തെയും കേട്ടിരുന്നു മറ്റൊരു സ്ഥലത്ത് നിന്ന്. ഏതായാലും ഈ കേസിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ മാസം ഫെബ്രുവരി 1-ാം തീയതിയാണ്, കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതിയാണ് അദ്ദേഹം നാട്ടിലെത്തിയതിന് ശേഷം ഈ ഭർത്താവ് ഷാഹുൽ ഹമീദ് അയാളുടെ ഉമ്മയുടെ സാന്നിധ്യത്തിൽ ഈ ഭാര്യയെ വിളിച്ച് മുത്തലാഖ് ചൊല്ലുകയാണെന്ന് ഫോണിലൂടെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതാണ് ഇപ്പോൾ ഈ യുവതി പരാതിയുമായി പോലീസിന് നൽകുകയും ചെയ്തിരിക്കുന്നത്. 2021-ലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. ഈ വിവാഹത്തിന് ശേഷം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഈ ഭാര്യയും പറയുന്നുണ്ട്. അതിനുശേഷം അവർക്ക് കുട്ടിയുണ്ടാവുന്നു. ഈ കുട്ടിയുടെ പിതൃത്വത്തിൽ ഭർത്താവ് സംശയിച്ചിരുന്നതായും അതിനെതിരെ മാനസികമായും ശാരീരികമായും എല്ലാം പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ 15 പവൻ സ്വർണ്ണാഭരണവും 1.5 ലക്ഷം രൂപയും നിർബന്ധിച്ച് വാങ്ങിച്ച് അവയെല്ലാം ഇയാൾ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്, ഈ ഭർത്താവ് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പരാതിയിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് പോലീസ് ഇപ്പോൾ കൽപ്പകഞ്ചേരി പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഭർത്താവ് ഇപ്പോൾ വിദേശത്താണ്. വിദേശത്ത് ഒന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ലക്ഷ്മി. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ മലപ്പുറത്താണ് 21-കാരിയെ ഭർത്താവ് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയെന്നുള്ള പരാതി വന്നിരിക്കുന്നത്. കുറ്റിപ്പുറം സ്വദേശിനിയുടെ പരാതിയിൽ ഭർത്താവ് ഷാഹുൽ ഹമീദിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഭർത്താവ് വിദേശത്തായിരുന്നു. അവര് പിന്നെ ജനുവരി 29 നാട്ടിലെത്തി 2 ദിവസം വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം അവര് ഫോൺ ചെയ്ത് പറഞ്ഞത് എനിക്ക് ഞാൻ വേണ്ട, ഞാൻ എൻ്റെ ഉമ്മാന്റെ മുന്നിൽ നിന്ന് വെച്ച് തൊലാക്കില്ലാണ് അങ്ങനെ പറഞ്ഞ്. അത് കഴിഞ്ഞതിന് ശേഷം പള്ളിക്കമ്മിറ്റിക്കാര് 2 പള്ളി കമ്മിറ്റിയും കൂടെ അവര് ഒത്തുതീരുമാനത്തിന് വിളിച്ചെടുത്തപ്പോൾ അവര് പറഞ്ഞ് ഞാൻ അവളെ തൊലാക്കില്ലേക്കണ്, എനിക്ക് അവളെ വേണ്ടെന്നാണ് അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്.